അടുത്താണ് കമ്പൈനിങ് റിലേഷൻ. ബിക്കോസ് ദ റിലേഷൻ ഫ്രം എ ടു ബി ആർ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, ടു റിലേഷൻ ഫ്രം എ ടു ബി ക്യാൻ ബി കമ്പൈൻഡ് ഇൻ ടു എനി വേ. ടു സെറ്റ് ക്യാൻ ബി കമ്പൈൻഡ്. അപ്പൊ നോക്കാം, രണ്ട് സെറ്റ് എനിവേ ടു സെറ്റ്സ് ക്യാൻ ബി കമ്പൈൻഡ്. അപ്പൊ രണ്ട് സെറ്റ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്, അതേപോലെ നമുക്ക് റിലേഷനെ കമ്പൈൻ ചെയ്യാം. എന്ന് വെച്ചാൽ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ യൂണിയൻ എടുക്കാൻ അറിയാം അല്ലെ, ഇന്റർസെക്ഷൻ എടുക്കാൻ അറിയാം. എങ്ങനെ എടുക്കുന്നേ? അതിന്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ എലമെന്റ്സിനെയും ആ യൂണിയനകത്ത് വരും അല്ലെ. അതായത് ഏതെങ്കിലും സെറ്റിലെ ഒരു എലമെന്റ്സ്, രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഉള്ള ഒരു സെറ്റിലെ എലമെന്റും ഏത് യൂണിയനകത്ത് വരും അല്ലെ. എന്ന് വെച്ചാല് ഒരു സെറ്റിലെങ്കിലും മെമ്പർ ആയാൽ മതി യൂണിയനകത്ത് വരാനായിട്ട്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലും മെമ്പർ ആവണം അല്ലെ. ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ള മെമ്പേഴ്സ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്നും R1 ഡിഫറൻസ് എ ഡിഫറൻസ് ബി, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് എയിൽ നിന്ന് ബി കംപ്ലീറ്റ് മൈനസ് ചെയ്യുക, ബാക്കി മിച്ച എയിലുള്ളവരാണ് അല്ലെ. അതുപോലെ നമ്മൾ ഇവിടാണ് ചെയ്യുന്നത്. നോക്കി, രണ്ട് റിലേഷൻ തന്നിട്ടുണ്ട്, രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, രണ്ട് റിലേഷൻ R1 ആൻഡ് R2. R1 യൂണിയൻ R2 എന്ന് പറഞ്ഞാൽ R1-ലുള്ളവരെയും R2-ലുള്ളവരെയും കൂടെ പിറക്കിയിടുക അല്ലെ. അങ്ങനെയാണ് ഓർത്താൽ മതി. പിറക്കിയിടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിമ്പിൾ വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി കേട്ടോ. R1-ലുള്ള സെറ്റ് എല്ലാം കൂടെ എടുത്തിട്ടു, R2-ലുള്ള സെറ്റിലെ എലമെന്റ്സ് എല്ലാം കൂടെ എടുത്തിട്ട് കഴിഞ്ഞപ്പം റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുക. ഇവിടെ 1 ഉണ്ട്, 1 ഉണ്ട്, ഒരു തവണ 1 എഴുതിയാൽ മതി അല്ലെ. 1 ഉണ്ട്. അപ്പൊ അങ്ങനെ മൊത്തം മെമ്പേഴ്സ് R1 യൂണിയൻ R2. R1 ഇന്റർസെക്ഷൻ R2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ആരിലും ഉണ്ടോ? 1 മാത്രമേ ഉള്ളൂ അല്ലെ. അതാണ്. ഇനി R1 ഡിഫറൻസ് R2, R1-ൽ നിന്നും R2 കളയുക. 1 R1-ലെ ആദ്യത്തെ മെമ്പർ 1 R2-ലുണ്ടോ? ഉണ്ട്. അപ്പൊ അതങ്ങ് കളഞ്ഞേക്കുക. R1-ലെ രണ്ടാമത്തെ മെമ്പർ 2 R1-ലുണ്ടോ? ഇല്ല. അതുകൊണ്ട് R1 ഡിഫറൻസ് R2-ല് നമ്മൾ ആ 2 എടുത്ത് എഴുതും. പിന്നെ മൂന്നാമത്തെ മെമ്പർ R33 അല്ലെ. 33 R2-ലുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് അങ്ങ് നമ്മുടെ ഡിഫറൻസിനകത്ത് എടുത്ത് വെച്ചേക്കും. ഓക്കെ. R2 ഡിഫറൻസ് R1-ൽ നിന്നും R1 കുറയ്ക്കുക. R2-ലെ ആദ്യത്തെ മെമ്പർ 1 R1-ലുണ്ട്, അത് കളഞ്ഞു. 1 R2-ലില്ല, അതെടുത്ത് എഴുതി. 1 R1-ലില്ല, അതെടുത്ത് എഴുതി. 1 R1-ലില്ല, അതെടുത്ത് എഴുതി. അപ്പൊ നമുക്ക് ഡിഫറൻസിനകത്ത് അങ്ങനെ കിട്ടി. ഇനി R1 XOR R2 അല്ലെങ്കിൽ ഡയറക്റ്റ് സം, പല രീതിയിൽ നമ്മൾ ഇതിനെ പറയാം. സിമെട്രിക് ഡിഫറൻസ് എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ സെറ്റിന്റെ കേസിൽ സിമെട്രിക് ഡിഫറൻസ് ആണ്. R1 സിമെട്രിക് ഡിഫറൻസ് R2 എന്ന് പറഞ്ഞാൽ R1 യൂണിയൻ R2-ൽ നിന്നും R1 ഇന്റർസെക്ഷൻ R2 പോയാൽ മിച്ചം ആരുണ്ട്? അവരാണ് എന്ത്? R1 സിമെട്രിക് ഡിഫറൻസ് R2-ല്. മനസ്സിലായോ? R1 യൂണിയൻ R2-നകത്ത് ഇത്രയും പേരുണ്ട്. അതിൽ നിന്നും R1 ഇന്റർസെക്ഷൻ R2 പോയാലോ? ഇന്റർസെക്ഷൻ 1 ഈ സെറ്റിൽ നിന്ന് 1 കളഞ്ഞാൽ ബാക്കിയുള്ളവർ എവിടെ വരും? നമ്മുടെ സെറ്റിനകത്ത് വരും. ഉണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. R1 യൂണിയൻ R2 ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അല്ല, ജസ്റ്റ് ഒരെണ്ണം പറയാവേ, ഒന്ന് ശ്രദ്ധിച്ചേ. Question is, let A be the set of students at your college, B be the set of books in the college library. Set R1 and R2 be relation consisting of all ordered pairs AB, where student A is required to read the book in course, and where student A has pairs in each of the following relation. Describe the ordered pairs in each of the. അപ്പൊ നോക്കാം, ഇവിടെ ശ്രദ്ധിക്കുക. സ്റ്റുഡന്റ് എ എന്ന് പറയുന്നത് where the student A is required to read a book in a course, and where student A has read book B respectively. അപ്പൊ അങ്ങനെ നോക്കാം. ഇവിടെ നോക്കിയ ഡിസ്ക്രൈബ് ദ ഓർഡേർഡ് പെയേഴ്സ് ഓഫ് ഈച്ച്. R1 യൂണിയൻ R2 ഇതൊക്കെ കണ്ടുപിടിക്കണം. R1 യൂണിയൻ R2 എന്ന് പറയുമ്പം രണ്ടിനകത്തും ഉള്ളത് വേണം അല്ലെ. സെറ്റ് ഓർഡർ R1 യൂണിയൻ R2 എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ഇസ് റിക്വയർഡ് ടു റീഡ് ദ ബുക്ക്. ഓർ യൂണിയൻ വരുമ്പോൾ നമ്മൾ ഓർ എന്ന് എഴുതും കേട്ടോ. ഇന്റർസെക്ഷൻ ആകുമ്പം ആൻഡ് എന്ന് എഴുതും. മനസ്സിലായോ? അപ്പൊ യൂണിയൻ വരുമ്പം നമ്മൾ രണ്ടും കൂടെ എഴുതുക. എന്ന് പറയുമ്പോൾ എന്താണ്? എ ഇസ് റിക്വയർഡ് ടു റീഡ് ദ ബുക്ക്. ബി എന്ന് പറഞ്ഞ റീഡ് ദ ബുക്ക് ബി, ഓർ ഹാസ് റീഡ് ദ ബുക്ക് ബി. ഉണ്ടോ? ഓർ അതിന്റെ ആ രണ്ട് കണ്ടീഷനകത്ത് ഓർ ഇട്ടാൽ മതി. ഇന്റർസെക്ഷൻ നമ്മൾ ആൻഡ് ഇട്ടാൽ മതി. സെറ്റ് ഫോൾ എ ബി, എ ഇസ് റിക്വയർഡ് ടു റീഡ് ദ ബുക്ക് ആൻഡ് ഹാസ് റീഡ് ദ ബുക്ക്. ഉണ്ടോ? R1 ഡിഫറൻസ് R2 എന്ന് പറയുമ്പോൾ R1-ൽ R2 കളയുക. എന്ന് പറയുമ്പോൾ ഓർഡർഡ് പെയർ എ ബി, എ ഇസ് റിക്വയർഡ് ടു റീഡ് ദ ബുക്ക് ആൻഡ് ഹാസ് നോട്ട് റീഡ് ഇറ്റ് അല്ലെ. നെഗേഷനാ. രണ്ടാമത്തെ സെറ്റ് സംഭവിക്കുകയില്ല. രണ്ടാമത്തെ സംഭവിക്കും, ആദ്യത്തെ സംഭവിക്കുകയില്ല. എന്ന് പറയുമ്പോൾ എ ഹാസ് റീഡ് ദ ബുക്ക് ബി, but it is not required to read it.
എന്ന് പറയുമ്പോൾ രണ്ടുകൂടെ ഡിഫറൻസ് ചെയ്യുക. ഇതർ അതായത് റേഡിയോ ഇല്ല അല്ലെ, അതായത് R1 യൂണിയൻ R2 നിന്നും എന്ത് കുറയ്ക്കണം, R1 ഇന്റർസെക്ഷൻ R2. അപ്പോ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ AB either A is required to read the book read B but has not read it, or അങ്ങനെ, അല്ലെങ്കിൽ or A has read the book but is not required to. അപ്പൊ ഇത് നിങ്ങൾക്ക് വേറെ രീതിയിലുണ്ട് കേട്ടോ. R1 സിമെട്രിക് ഡിഫറൻസ് R2 നെ നിങ്ങൾക്ക് R1 യൂണിയൻ R2 ഡിഫറൻസ് R1 ഇന്റർസെക്ഷൻ R2 എന്ന് എഴുതാം, അല്ലെങ്കിൽ R1 ഡിഫറൻസ് R2 യൂണിയൻ R2 ഡിഫറൻസ് R1 എന്ന്. മനസ്സിലായോ? അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് അത് എഴുതാനായിട്ട് പറ്റും. നമുക്കറിയാലോ സെറ്റിന്റെ കേസിൽ ഡിഫറൻസ് എഴുതുന്നത്. എക്സാമ്പിൾ ഉണ്ട്, ഹോംവർക്ക് ആണ്. ഹോംവർക്ക് തന്നിരിക്കുന്നതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ല ജുമാ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. ഹോംവർക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഇത് ഞാൻ പഠിപ്പിച്ചത് എത്രമാത്രം മനസ്സിലായി എന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് കോമ്പോസിഷൻ കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. R is the relation on the set composition. R1 R composition S composition ആണ്. ഡെഫിനേഷൻ നമുക്ക് കണ്ടിട്ട് ആ കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എഴുതാം. താഴെയാണ് ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഡെഫിനേഷൻ പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. ഡെഫിനേഷൻ എന്നാ നോക്കിയേ. R is the relation from set A to set B and S is the relation from B to C. The composite of R and S is the relation consisting of ordered pairs AC, where A belongs to B and C belongs to C, for which there exists an element B belongs to B, such that AB belongs to R, BC belongs to S. We denote the composite of R and S S composition R. R and S composition R നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പം അതിനകത്തെ നോക്കാം, ഇവിടെ ശ്രദ്ധിക്കുക. എന്നെ AC നമ്മുടെ ട്രാൻസിറ്റീവ് റിലേഷൻ ഇല്ലേ, ആ സംഭവം ഓർത്താൽ മതിയേ കോമ്പോസിഷൻ അത് കേട്ടോ. R എന്ന് പറയുന്നത് റിലേഷൻ ഫ്രം സെറ്റ് A ടു B, S B ടു C, ഇങ്ങനെ ഒരു ബന്ധം വേണം കേട്ടോ. ഈ സെറ്റ് ആദ്യത്തെ റിലേഷന്റെ റേഞ്ചും രണ്ടാമത്തെ റിലേഷന്റെ ഡൊമൈനും തമ്മിൽ ബന്ധം വേണം, സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, the composite of R and S, composition of R and S റിലേഷനകത്ത് R എന്ന് പറയും, R ആൻഡ് എസിന്റെ കോമ്പോസിഷനാണ്. തുടക്കം ആറിലാണ്, എസ് കോമ്പോസിഷൻ R എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ആറിന്റെ ഡൊമൈനിൽ നിന്നും, ആറിന്റെ ഡൊമൈന് A ആണ്, അവിടുന്ന് എസിന്റെ റേഞ്ചിലോട്ടാണ്. അപ്പൊ AC എന്ന് പറയുന്ന ഒരാള് ശ്രദ്ധിച്ചേ, കോമ്പോസിഷനകത്ത് ആരാ ഉള്ളത്? AC ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം A ക്യാപിറ്റൽ എയിലെയും C ക്യാപിറ്റൽ സിയിലെ ആയിരിക്കണം. ഫോർ വിച്ച് ഒരു കാര്യം കൂടെ വേണം, ഈ AC തമ്മിൽ ഇടയ്ക്ക് ഒരാൾ ബന്ധിക്കണം അല്ലെ, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പൊ ഫോർ വിച്ച് there exists an element B in Bക്ക് such that AB എന്ന് പറയുന്ന മെമ്പറും AB എന്ന് പറയുന്ന മെമ്പർ എസിനകത്തും AB ആറിനകത്തും BC എസിനകത്തും ഉണ്ടെങ്കിൽ ആണ് നമ്മൾ എസ് കോമ്പോസിഷൻ R ഡിഫൈൻ ചെയ്യാനായിട്ട്. എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ആ ഡെഫിനേഷൻ അതുപോലെ തന്നെ പഠിച്ചോണേ. എക്സാമ്പിൾ നോക്കി, ഇവിടെ രണ്ട് എക്സാമ്പിൾ നോക്കി. R is the relation 1 2 3 on S 1 2 3 1 2 3 2 1 2 3 4. 6 വേഴ്സും തന്നിട്ടുണ്ട് കണ്ടോ. 1 1 1 4 2 1 3 1 3 4. S എന്ന് പറയുന്നത് റിലേഷൻ ഫ്രം ദിസ് അതെന്താണ് 1 0 2 0 3 1 3 2 4 1. അപ്പൊ നമ്മൾ എസ് കോമ്പോസിഷൻ R പറയുവാണേ. ഇവിടെ ശ്രദ്ധിച്ചോണം, നന്നായിട്ട് ശ്രദ്ധിച്ചോണം, വളരെ സിമ്പിൾ ആണ്. എസ് കോമ്പോസിഷൻ R എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ആറിന്റെ ഡൊമൈൻ ആരാ? ആറിന്റെ ഡൊമൈൻ 1 അല്ലെ, 1 1. പിന്നെ എസിൽ 1 തുടങ്ങുന്ന ആരാ? 1 0. അപ്പം നമുക്ക് എന്ത് എഴുതാം? 1 0 ഇവിടെ എഴുതാം കേട്ടോ. 1 1 1 0. വീണ്ടും 1 1 എന്ന് എഴുതി 1 തുടങ്ങുന്ന ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നു. പിന്നെ 1 1 തുടങ്ങുന്ന വേറെ ആരും ഇല്ല അല്ലെ. 1 4 എടുത്തു. 1 4 എടുത്താൽ 4 തുടങ്ങുന്ന ആരും ഉണ്ടോ? 4 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 1 ഇവിടെ എഴുതാം ഉണ്ടോ. അടുത്തത് 2 3 3 തുടങ്ങുന്ന ആരാ? 3 1 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പൊ 2 3 3 1. അപ്പൊ 2 1 എഴുതി. വീണ്ടും 2 3 3 2. അപ്പം 2 2 എഴുതി ഉണ്ടോ. പിന്നെ 3 1 1 3 1 ഉണ്ട്, 1 0 ഉണ്ട്. അപ്പൊ 3 0 അല്ലെ. 3 4 4 1 3 1 ഉണ്ടോ. ഇതാണ് കോമ്പോസിഷൻ.
ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ. ട്രാൻസിറ്റിവിറ്റി ആണ് ഇവിടെ. ട്രാൻസിറ്റിവിറ്റിയുടെ മെമ്പർ അല്ലേ